ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങേക്കൊരു ബിഗ് സല്യൂട്ട്. ചില കാര്യങ്ങൾ പറയാതെ വയ്യ. മാധ്യമ മര്യാദ എന്നൊന്നുണ്ട്. അതില്ലാത്ത മാധ്യമ പ്രവർത്തകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില ഓൺലൈൻ കൂട്ടത്തിന്റെ അപജയത്തിന്റെ അങ്ങേ തലയാണ് മരിച്ചു കിടക്കുന്ന നടൻ സലീംകുമാറിന്റെ വീട്ടിൽ ഇന്നലെ കണ്ടത്. ഇന്നിന്റെ കേരളത്തിലെ ഏറ്റവും അശ്ലീലമായ കാഴ്ച. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് പോലും ക്ഷോഭത്തോടെ ഇത്തരം ഓൺലൈൻ വെട്ടുകിളി കൂട്ടങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറയേണ്ടി വന്നു. പക്ഷേ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, മുൻപ് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇക്കാര്യം താങ്കളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. താങ്കളുടെ PR ഏറ്റെടുത്തിട്ടുള്ളതും ഇത്തരം ചില കൂട്ടങ്ങളാണ്. അതുകൊണ്ട് നാളെ താങ്കളായിരിക്കും ഇതിന്റെ പേരിൽ വിമർശിക്കപ്പെടാൻ ഇടവരുന്നത്. അതുണ്ടാകാതിരിക്കാൻ ഇത്തരം കൂട്ടങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയാം. അടുത്തിടെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിൽ ഉർവശി അവതരിപ്പിക്കുന്ന മന്ത്രിയുടെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. കമ്പിന്റെ അറ്റത്ത് ഒരു ക്യാമറയും പിടിപ്പിച്ച് മരിച്ചുപോയ ആളുടെ മകന്റെ മുന്നിൽ ചെന്നു നിന്ന് ആ 6 വയസ്സുകാരന്റെ കരച്ചിൽ ഒരു ദയയുമില്ലാതെ എടുക്കുന്നതാണ് നിന്റെ റിയാക്ഷൻ അല്ലേ എന്ന്. ഇന്നലെ സലീംകുമാറിന്റെ വീട്ടിൽ അതിന്റെ എക്സ്ട്രീം വേർഷനാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ സഹികെട്ടപ്പോഴായിരിക്കും ചന്തു അത്രമേൽ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ടാകുക. അച്ഛന്റെ മരണത്തിൽ മനസ്സ് തകർന്നിരിക്കുന്ന ഒരു മകന് ഇത്രമേൽ ദേഷ്യം വരണമെങ്കിൽ എത്രത്തോളം അരോചകമായിട്ടായിരിക്കും ഈ ഓൺലൈൻ കൂട്ടങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടാകുക. മരിച്ചത് ആരായാലും, സെലിബ്രിറ്റി ആയാലും സാധാരണക്കാരനായാലും അവരുടെ സംസ്കാര ചടങ്ങുകളിലെങ്കിലും ആ കുടുംബത്തിന് സ്വകാര്യത വേണ്ടതല്ലേ? മുഖ്യധാരാ മാധ്യമങ്ങളടക്കം കൃത്യമായ അകലം പാലിച്ചു മാത്രം നിന്ന സ്ഥലത്താണ് നീളൻ കമ്പിന്റെ അറ്റത്ത് മൊബൈൽ ഫോണും കെട്ടിവെച്ച് ഓൺലൈൻ ജേർണലിസ്റ്റുകൾ എന്ന ഓമന പേരിട്ട് ഒരു കൂട്ടം അവിടെ ആടിത്തിമിർത്തത്. സഹികെട്ടപ്പോഴാണ് പുറത്തിറങ്ങിപ്പോകാൻ ആ മകൻ ക്ഷോഭത്തോടെ ആവശ്യപ്പെട്ടത്. ഇങ്ങനെ സന്ദർഭോചിതമല്ലാത്ത രീതിയിൽ ഓൺലൈൻ വെട്ടുകിളി കൂട്ടങ്ങൾ പെരുമാറുന്നത് ആദ്യമായിട്ടല്ല. മുൻപ് ശ്രീനിവാസന്റെ മരണ ചടങ്ങുകൾക്കിടയിലും മോഹൻലാലിന്റെ അമ്മ മരിച്ചപ്പോഴുമെല്ലാം ഇതേ അശ്ലീല കാഴ്ച നമ്മൾ മലയാളികൾ കണ്ടതാണ്. 90 വർഷം ജീവിച്ച ഒരു അമ്മക്കരികിൽ സ്വകാര്യമായി അല്പസമയം ഒരു മകന് നൽകണമെന്ന ഔചിത്യബോധം പോലും ഇല്ലാതായി ഈ വെട്ടുകിളി കൂട്ടങ്ങൾക്ക്. ഇത്തരക്കാർക്ക് സിനിമാ പ്രവർത്തകരുടെയും അവരുടെ ബന്ധുക്കളുടെയും മരണങ്ങൾ പോലും ലൈക്കിനും റീച്ചിനും വേണ്ടിയുള്ള അതുവഴി പണം സമ്പാദിക്കാനുള്ള താരാഘോഷമാണ്. യൂട്യൂബർമാർ എന്നും ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ എന്നും ഇൻഫ്ലുവൻസർമാർ എന്നും സ്വയം ഓമന പേരിട്ട് വിളിച്ച് അശ്ലീലം കാണിക്കുന്ന ഇവർ ഒരിക്കലും മാധ്യമ പ്രവർത്തകരല്ല. ആ ഗണത്തിൽ ഇവരെ പെടുത്താനുമാകില്ല. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തോടെ വന്ന ഇത്തരം ഈയാമ്പാറ്റകളെ കൂട്ടത്തോടെ നിയന്ത്രിക്കുക തന്നെ വേണം. വിവാഹമായാലും മരണമായാലും മരണാനന്തര ചടങ്ങായാലും അവിടെയൊന്നും ഇത്തരം ഓൺലൈൻ പൈങ്കിളി കൂട്ടങ്ങളെ അതിന്റെ 7 അയലത്ത് അടുപ്പിക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഞാനും 16 വർഷത്തോളമായി മുഖ്യധാരാ ചാനലുകളിൽ പ്രവർത്തിച്ചയാളാണ്. ഇടയ്ക്ക് ഇത്തരം സെലിബ്രിറ്റി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് ഒരിക്കൽ ഒരു VIP-യുടെ മരണത്തിനിടയിലും ഇത്തരം കൊച്ചിയിലെ ഓൺലൈൻ മാധ്യമ പട കുതിച്ചെത്തി. അന്ന് ആ വീട്ടുകാർ പൊട്ടിത്തെറിച്ചില്ല എങ്കിൽ കൂടി അവരുടെ കണ്ണുകളിൽ ജ്വലിച്ച കോപാഗ്നി ഇന്നും എന്റെ മനസ്സിലുണ്ട്. ആ സംഭവത്തോടെ ഇന്നേ വരെ ഞാൻ VIP-കളുടെ മരണസ്ഥലത്തേക്ക് വാർത്ത കവർ ചെയ്യാൻ പോയിട്ടില്ല. ഭയം കൊണ്ടാണ്. ഈ ഓൺലൈൻ മാധ്യമപ്പടയുടെ ഇത്തരം വിവേകശൂന്യമായ പെരുമാറ്റം കണ്ടിട്ടാണ്. ഇവർ കാണിക്കുന്നത് മാധ്യമ പ്രവർത്തനമല്ല, മനുഷ്യന്റെ വികാരങ്ങളെ വിറ്റ് കാശാക്കുകയാണ്. ഇപ്പണി ചെയ്യുന്നത് മാധ്യമ പ്രവർത്തകരുമല്ല. മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രായോഗിക വശങ്ങൾ ഒന്നും അറിയാത്ത, എത്തിക്സ് എന്താണെന്ന് പോലും അറിയാത്ത പൈങ്കിളി ഓൺലൈൻ വെട്ടുകിളി കൂട്ടങ്ങളാണ് ഇവർ. ഇവരാണ് ക്ലിക്ക് ബൈറ്റിനും തംബ്നെയിലിനും വേണ്ടി മനുഷ്യരുടെ ദുഃഖത്തെ പോലും വിറ്റ് കാശാക്കുന്നത്. അടുത്ത കാലത്തായി മാത്രം കണ്ടു തുടങ്ങിയതാണ് ഈ ഒരു പ്രവണത. കൃത്യമായി പറഞ്ഞാൽ യൂട്യൂബ് ഒരു വരുമാന മാർഗമായി മാറിയപ്പോൾ മുതൽ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് സലീംകുമാർ. ഇതൊരു സലീംകുമാറിന്റെ മാത്രം അവസ്ഥയല്ല. കുറെ വർഷങ്ങളായി ഏത് സെലിബ്രിറ്റികളുടെയും മരണം ഇത്തരം യൂട്യൂബർ ജേർണലിസ്റ്റുകൾക്ക് കോണ്ടന്റ് ആണ്. മാധ്യമ സ്വാതന്ത്ര്യം എന്നത് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് അതിക്രമിച്ചു കയറാനുള്ള ലൈസൻസ് അല്ല എന്ന പ്രാഥമിക പാഠമാണ് ഇത്തരം യൂട്യൂബർമാരും ഓൺലൈൻ അഭിനവ ജേർണലിസ്റ്റുകളും പഠിക്കേണ്ടത്. അത് പഠിച്ചില്ലെങ്കിൽ നാളെ പൊതുജനം അവരെ തെരുവിൽ അത് പഠിപ്പിക്കുന്ന കാലം വിദൂരമായിരിക്കില്ല. കൂണുപോലെയാണ് അടിക്കടി ഓൺലൈൻ മാധ്യമങ്ങൾ മുളച്ചു പൊന്തുന്നത്. അതിൽ മര്യാദപൂർവ്വം പ്രവർത്തിക്കുന്ന ഏതാനും കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് എന്ന വസ്തുത മറച്ചു വെച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ 10 മടങ്ങ് ഒരു മൊബൈലും ലേപ്പൽ മൈക്കുമായി ഒരു മര്യാദയും ഇല്ലാതെ കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുന്നവരാണ്.
യാതൊരുവിധ ജേർണലിസം ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഇക്കൂട്ടർ കൂടുതലായും നടിമാരും സെലിബ്രിറ്റിമാരും പങ്കെടുക്കുന്ന ഇടങ്ങളിൽ നടിമാരുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്ത് ഇക്കിളിപ്പെടുത്തുന്ന ക്ലിക്ക് ബൈറ്റ് തലക്കെട്ടുകൾ കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവരാണ്. ഇന്നലെ സലീം കുമാറിന്റെ മകൻ ചന്തുവിനെ പോലെ തന്നെ ഇത്തരക്കാരോട് മുഖ്യമന്ത്രി സതീശന് പോലും ക്ഷോഭത്തോടെ പ്രതികരിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിയും ഒരു കാര്യം ഓർക്കണം, അങ്ങയുടെ പത്രസമ്മേളനങ്ങളിൽ വരെ ഇത്തരം മഞ്ഞ ഓൺലൈനുകൾ നുഴഞ്ഞു കയറുന്നുണ്ട്. അതിന്റെ വീഡിയോ ഒരിക്കൽ നമ്മൾ ചെയ്തതുമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇത്തരക്കാർക്ക് കൂച്ചുവിലങ്ങ് ഇട്ടില്ല എങ്കിൽ നാളെ ഇതേ ഓൺലൈൻ മീഡിയക്കാരാൽ ക്രൂശിക്കപ്പെടാൻ പോകുന്നത് താങ്കളായിരിക്കും. മാന്യമായി വാർത്തയെടുത്ത് ജീവിക്കുന്ന നല്ലൊരു വിഭാഗം ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുണ്ട് എന്നത് മറന്നുകൊണ്ടല്ല ഈ വിമർശനം. പക്ഷേ മാധ്യമ പ്രവർത്തനം എന്ന പേരിട്ട് വിളിച്ച് അന്തസ്സായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് പോലും അപമാനമുണ്ടാക്കുന്ന ഇത്തരം അധമ മാധ്യമ പ്രവർത്തകരെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടുക തന്നെ വേണം. യഥാർത്ഥത്തിൽ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് അവസാന കാലം വരെയും സലീം കുമാർ നടത്തിയ ഒരു പോരാട്ടത്തെ കുറിച്ചായിരുന്നു. പക്ഷേ ഇന്നലത്തെ ഓൺലൈൻ വെട്ടുകിളിക്കൂട്ടങ്ങളുടെ പ്രവൃത്തി കണ്ടപ്പോൾ ഇത്രയും പറയാതിരിക്കാനായില്ല എന്ന് മാത്രം. സലീം കുമാറിന് സംഭവിച്ചത് ഇനിയൊരാൾക്കും സംഭവിക്കരുത് എന്ന് കരുതി മാത്രം ചില കാര്യങ്ങൾ പറയുകയാണ്. മനുഷ്യൻ ശൂന്യാകാശത്ത് സ്ഥിരതാമസമാക്കുന്ന ആധുനിക കാലത്തും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് അത് വരുമാന മാർഗമാക്കി മനുഷ്യരെ അന്ധകാരത്തിലേക്കും മരണത്തിലേക്കും വരെ തള്ളിവിടുന്ന ചില അശാസ്ത്രീയ ചികിത്സകർക്കെതിരെയായിരുന്നു അവസാന കാലം വരെ സലീം കുമാറിന്റെ പോരാട്ടം. വൈറസോ ബാക്ടീരിയയോ രോഗങ്ങളോ ഇല്ല എന്നും അലോപ്പതി ശാസ്ത്രം വ്യാജമാണ് എന്നും ആധുനിക വൈദ്യശാസ്ത്രങ്ങളെല്ലാം തെറ്റാണ് എന്നും പ്രചരിപ്പിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഭയവും വളർത്തി വ്യാജ ചികിത്സ നടത്തിവന്ന അക്ഷരാഭ്യാസം പോലുമില്ലാത്ത വ്യാജ വൈദ്യന്മാരെ ഇനിയെങ്കിലും തുറന്നു കാട്ടണം. അവരെ ആരാധിച്ചും വിശ്വസിച്ചും തുടർന്നു വന്ന ഒരു പറ്റം ജനത ഇനിയെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിയണം. സലീം കുമാറും വ്യാജ ചികിത്സയുടെ ഇരയായിരുന്നു. ചോര ഛർദിച്ച് ഒടുവിൽ കുടൽമാല വരെ പുറത്തു വന്ന അവസ്ഥയുണ്ടായി എന്നാണ് ഒരിക്കൽ സലീം കുമാർ വ്യാജ ചികിത്സയ്ക്ക് ശേഷം തന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത്. സലീം കുമാറിന്റെ അനുഭവം അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കരൾ രോഗം ബാധിച്ച് കരൾ മാറ്റിവെക്കാനുള്ള പേടിയും ജീവനിൽ കൊതിയുമുണ്ട് എന്ന കാരണം കൊണ്ടും സലീം കുമാറും അറിയാതെ തെരഞ്ഞെടുത്തത് ഒരു വ്യാജ വൈദ്യന്റെ ചികിത്സയായിരുന്നു. ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സലീം ആ സുഹൃത്തിനൊപ്പം ഒറ്റപ്പാലത്ത് ഒരു വൈദ്യരെ കാണാൻ ചെന്നത്. 51 ദിവസം കൊണ്ട് അസുഖം മാറ്റാമെന്ന് വൈദ്യർ വാക്കും പറഞ്ഞു. മരുന്ന് നൽകി. 51 501 ദിവസം കഴിഞ്ഞിട്ടും മാറ്റമില്ല. ഒടുവിൽ വൈദ്യരെ വിളിച്ചപ്പോൾ വൈദ്യർ പറഞ്ഞത് അയാൾ ക്യാൻസർ ആശുപത്രിയിൽ നിൽക്കുന്നു, ക്യാൻസർ 4th സ്റ്റേജ് ആണ് എന്ന്. ക്യാൻസർ വരെ മാറ്റുമെന്ന് സലീമിനെ പരിചയപ്പെടുത്തിയ സുഹൃത്ത് പറഞ്ഞ വൈദ്യരാണ് ക്യാൻസറിന് ചികിത്സയ്ക്കായി അലോപ്പതി ഡോക്ടറെ കാണാൻ ചെന്നിരിക്കുന്നത്. അങ്ങനെ വീണ്ടും മറ്റൊരു വൈദ്യരെ തേടിപ്പോയി. ചേർത്തലയിലെ മോഹനൻ വൈദ്യർ. ഇംഗ്ലീഷിൽ ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞ മോഹനൻ വൈദ്യർ എഴുതി തന്ന മരുന്ന് കഴിച്ചപ്പോഴാണ് ചോര ഛർദിച്ചത്. വൈദ്യരെ വിളിച്ചപ്പോൾ എത്രയും വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് പറഞ്ഞത്. ഇതേ മോഹനൻ വൈദ്യരെയാണ് അടുത്തിടെ 1.5 വയസ്സുള്ള കുട്ടിക്ക് വ്യാജ ചികിത്സ നടത്തി കുഞ്ഞ് മരിച്ചതിന് അറസ്റ്റ് ചെയ്തത്. ഇത്തരം വ്യാജ ചികിത്സകർക്ക് കൂടി തടയിടാൻ നമ്മുടെ നാടിനും സിസ്റ്റത്തിനും കഴിയണം. ഇനിയൊരു സലീം കുമാറിനും ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശിക്കാം. ഇന്ന് മനുഷ്യൻ ചന്ദ്രനിൽ വരെ കാലുകുത്തി, ബഹിരാകാശത്ത് പോയി വന്നു. ബഹിരാകാശത്തെ സ്ഥിര താമസമാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു വരുന്നു. ഇക്കാലത്തും മനുഷ്യരുടെ അജ്ഞതയും രോഗങ്ങളെയും മരണത്തെയും കുറിച്ചുള്ള ഭയവും മുതലെടുത്ത് അത് വിറ്റുകാശാക്കി അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന അന്ധവിശ്വാസവും വ്യാജവൈദ്യവും ഇന്നും അനേകം മനുഷ്യരുടെ ജീവിതം തകർക്കുകയാണ്. അതിന് മാറ്റം വരണം. ഒരു മോഹനൻ വൈദ്യരോ നിർമ്മലാനന്ദഗിരിയോ മാത്രമല്ല ഇവിടെ പ്രശ്നം. ശാസ്ത്രീയ തെളിവുകളില്ലാത്ത ചികിത്സകളെയും രോഗങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളെയും ഭയത്തെയും പ്രതീക്ഷയെയും ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസായവുമാണ് ഇവിടെ പ്രശ്നം. ആ ഒരു സിസ്റ്റത്തെ ഒന്നാകിയാണ് അടിമുടി പിഴുതെറിയേണ്ടത്. ഇത്തരം അന്ധവിശ്വാസ പ്രചരണങ്ങൾ കേട്ട് ഇന്നും പലരും ജീവിതം പണയം വെക്കുന്നു. പല രോഗങ്ങളും ചികിത്സിക്കാൻ കഴിയുന്ന ഘട്ടത്തിൽ തന്നെ ശാസ്ത്രീയ ചികിത്സ തേടിയിരുന്നുവെങ്കിൽ രക്ഷിക്കാനാകുമായിരുന്ന അനേകം ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു ജീവനും ഇത്തരത്തിൽ പൊലിയാതിരിക്കട്ടെ. അതിനു വേണ്ടിയാകട്ടെ നമ്മുടെ നാടും ഭരണകൂടവും ജനവും ഇനി ഒരുപോലെ ശ്രമിക്കേണ്ടത്.